നമസ്കാരം. തിരുനള്ളാർ ദർബാരണ്യേശ്വരർ കോവിൽ എല്ലാവിധത്തിലുമുള്ള ശനിദോഷങ്ങൾ അകറ്റുന്ന തിരുസ്ഥലമാണെന്നതിന് തർക്കമില്ല. എന്നിരുന്നാലും ലോകത്തിലെ തന്നെ ഏക അഷ്ടമശനി ദോഷ നിവാരണ സ്ഥലമെന്ന് അവകാശപ്പെടുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ശ്രീ അഗസ്തീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ പുതുക്കോട്ടൈ ജില്ലയിൽ അരന്താങ്കി പേരാവൂരണി പാതയിൽ എട്ടിയത്തളി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ അഗസ്തീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി അഖിലാണ്ടേശ്വരി എന്ന നാമത്തിലും കുടികൊള്ളുന്നു. പ്രധാനമായും അഷ്ടമശനി ദോഷം മാറാൻ പരിഹാരമായി ഭക്തർക്ക് പൂജകളും ഹോമങ്ങളും യാഗങ്ങളും നടത്തുന്ന ക്ഷേത്രമാണിത്. അതല്ലാതെ നവഗ്രഹങ്ങൾക്ക് മുന്നിൽ ജാതകം വെച്ച് പൂജിച്ച് നവഗ്രഹദോഷം മാറ്റുന്ന ഒരേ ഒരു ക്ഷേത്രവും കൂടെ. കളത്രദോഷം നീക്കുന്ന ക്ഷേത്രമായും പ്രസിദ്ധിയുണ്ട്. ആവുടിയാർ കോവിൽ ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരത്താണ്. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രാൽ 8-ൽ ശനി വരുമ്പോൾ അഷ്ടമശനി എന്ന് പറയും. പൊതുവെ അന്യദേശവാസം, സകല കാര്യങ്ങളിലും തടസ്സം, ഷണ്ട, കോടതി വ്യവഹാരങ്ങൾ, കാരാഗ്രഹം, കടം, സ്ഥലം മാറ്റം, ഭാര്യാഭർത്തൃ വിരഹം എന്നിങ്ങനെ ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ ചേർച്ചയും വീക്ഷണവും അനുസരിച്ച് ഫലാഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ധർമ്മവഴിയിൽ സഞ്ചരിച്ചാൽ നീതിമാനായ ശനീശ്വരൻ വലിയ കഷ്ടങ്ങൾ തരാതെ പൊയ്ക്കൊള്ളും എന്നതാണ് ജ്യോതിഷികളുടെ വാദം. ശനിയാഴ്ചകളിൽ ശനിഹോരയിൽ എള്ളുദീപം കത്തിക്കുന്നത്, കറുത്ത പട്ടുവസ്ത്രം ശനീശ്വരന് സമർപ്പിക്കുന്നത്, ഛായാദാനം ചെയ്യുന്നത്, ആഞ്ജനേയർക്കും ശാസ്താവിനും ഗണപതി ഭഗവാനും വഴിപാടുകൾ ചെയ്യുന്നത്, അശരണതയെയും ദുർബലതയെയും അംഗപരിമിതിയുള്ളവരെയും തന്നാലാവും വിധം സഹായിക്കുന്നത്, ശനി ഗായത്രി ജപിക്കുന്നത്, തിരുനള്ളാർ പോലെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് എന്നിങ്ങനെ ശനിദോഷം മാറാൻ പരിഹാരങ്ങൾ ഏറെയാണ്. എട്ടിയത്തളി അഗസ്തീശ്വരർ കോവിൽ അഷ്ടമശനി ദോഷ പരിഹാര സ്ഥലമെന്ന് പറയാൻ കാരണമായ ഐതിഹ്യം ഇതാണ്. ഒരു നാൾ അഗസ്ത്യ മഹർഷി രാമേശ്വരം പോയ ശേഷം പൊതികമലയിലേക്ക് പോകുന്ന വഴി ഈ പ്രദേശത്തെത്തിയപ്പോൾ സന്ധ്യയായി. സന്ധ്യാവന്ദനത്തിനായി മഹർഷി നോക്കുമ്പോൾ ഇവിടെ ഒരു കുളവും ഒരു സ്വയംഭൂ ശിവലിംഗവും കണ്ടു. മഹർഷി കുളത്തിൽ നീരാടി സ്വയംഭൂ ശിവലിംഗത്തിന് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് ഇവിടെ തന്നെ രാത്രി താമസിച്ചു. അതേസമയം അഷ്ടമശനിയാൽ ബാധിക്കപ്പെട്ട തൊണ്ടൈമണ്ഡലം ഭരിച്ചിരുന്ന മന്നൻ കാളിംഗരായൻ തൻ്റെ ശനിദോഷം മാറാൻ തിരുനള്ളാർ പോകാനുറച്ച് ഇതുവഴി പരിവാരങ്ങളോടൊപ്പം വന്നപ്പോൾ അഗസ്ത്യ മഹർഷിയെ കണ്ടു. രാജാവ് അഷ്ടമശനി ദോഷത്തിനുള്ള പരിഹാരങ്ങൾ മഹർഷിയോട് അന്വേഷിക്കെ മഹർഷി താൻ പൂജിച്ച സ്വയംഭൂ ശിവലിംഗത്തെ മൂലസ്ഥാനമാക്കി വെച്ചുകൊണ്ട് ഒരു ശിവാലയം നിർമ്മിക്കാൻ ഉപദേശിച്ചു. അഗസ്ത്യരുടെ നിർദ്ദേശപ്രകാരം മന്നൻ കാളിംഗരായൻ അഗസ്തീശ്വരരെയും അഖിലാണ്ടേശ്വരി അമ്മനെയും പ്രതിഷ്ഠിച്ചു. പിന്നീട് മൂലവരുടെ വീക്ഷണം ഏൽക്കും വിധം ക്ഷേത്രത്തിന്റെ ഈശാന്യ മൂലയിൽ നവഗ്രഹങ്ങളെയും പ്രതിഷ്ഠിച്ചു. അഖിലാണ്ടേശ്വരി അമ്മന്റെ ദൃഷ്ടി നവഗ്രഹങ്ങളിൽ വീഴും വിധമാണ് അമ്മൻ സന്നിധി. അതിനാൽ ദേവി ഇവിടെ നവഗ്രഹ നായികയാണ്. അതിനാൽ തന്നെ ഇവിടെയുള്ള നവഗ്രഹങ്ങൾക്ക് ശക്തി അധികം എന്നാണ് പറയുന്നത്. ഇപ്രകാരം കാളിംഗരായൻ ഇവിടെയുള്ള ഭഗവാനെയും ദേവിയെയും ശനീശ്വരനെയും പൂജിച്ച് തൻ്റെ അഷ്ടമശനി ദോഷം നീക്കിയെന്നാണ് ഐതിഹ്യം. ഭഗവാൻ അഗസ്ത്യ മഹർഷിക്ക് ദർശനം കൊടുത്തപ്പോൾ ഈ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് താൻ കാശിയിൽ കാശി വിശ്വനാഥരെ പ്രാർത്ഥിച്ച് നേടിയ പുണ്യം ലഭിക്കണമെന്ന് മഹർഷി ഭഗവാനോട് അഭ്യർത്ഥിച്ചെന്നും ഭഗവാൻ അത് സമ്മതിച്ചെന്നുമാണ് ഐതിഹ്യം. തിരുനള്ളാർ ദർബാരണ്യേശ്വര ക്ഷേത്രം പോലെ ശനി ഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള ക്ഷേത്രമാണിതെന്ന് പറയാൻ കാരണമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ മണ്ഡപത്തിൽ ശനീശ്വരന്റെ ഇടത് രാഹുവും വലത് കേതുവുമായിരിക്കും. എന്നാൽ ഇവിടെ പത്മപീഠ മണ്ഡപത്തിൽ ശനി ഭഗവാന്റെ ഇടത് കേതുവും വലത് രാഹുവുമാണ്. അതിനാൽ രാഹുഗ്രഹത്തിന്റെ ദൃഷ്ടി ശനി ഭഗവാന്റെ മേൽ വീഴുന്നതിനാൽ രാഹുദോഷവും ശനിദോഷവും ഒരേ സമയം നീങ്ങും എന്നാണ് വിശ്വാസം. അതല്ലാതെ ഈ ക്ഷേത്രത്തിൽ 2 അമ്മൻ സന്നിധിയുണ്ട്. വളരെ കാലം വഴിപാടുകൾ നടന്ന ഈ ക്ഷേത്രത്തിലെ അഖിലാണ്ടേശ്വരി അമ്മൻ വിഗ്രഹത്തിന്റെ ഒരു കൈ ഛേദമടഞ്ഞതിനാൽ കോവിൽ അധികാരികൾ വേറൊരു അമ്മൻ ശില നിർമ്മിച്ച് പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങി. അന്നേ ദിവസം ചില അമംഗളങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് ശില മാറ്റാതെ തന്നെ പുതിയ ശില അഖിലാംബികെ എന്ന നാമത്തിൽ പ്രതിഷ്ഠിച്ച് 2 അമ്മൻ ശിലകൾക്കും ഒരേപോലെ പൂജകൾ നടത്തിവരുന്നു. 2 അമ്മൻ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ കളത്രദോഷ പരിഹാര സ്ഥലങ്ങളാണെന്നാണ് വിശ്വാസം. അതല്ലാതെ അഗസ്ത്യ മഹർഷി ഇവിടെ അഖിലാണ്ടേശ്വരി അമ്മനെ പ്രതിഷ്ഠിച്ചു പൂജിച്ചതിനാൽ ശിവഭഗവാൻ ഏർപ്പെട്ടിരുന്ന കളത്രദോഷം മാറി എന്നൊരു ഐതിഹ്യവുമുണ്ട്. അപ്രകാരം നോക്കുമ്പോൾ കളത്ര ചൊവ്വാദോഷങ്ങൾ മാറ്റുന്ന ക്ഷേത്രവും കൂടെയാണത്. തൃക്കേട്ട നക്ഷത്രക്കാർ അവശ്യം സന്ദർശിക്കേണ്ട ക്ഷേത്രവുമാണിത്. ഇവിടെയുള്ള പൊള്ളാപ്പിള്ളയാർ സ്വയംഭൂവാണ്. തിരുനാരയൂർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഭഗവാൻ സ്വയംഭൂവായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ചണ്ഡികേശ്വരർ ബാലരൂപത്തിലാണ്. ഇവിടെയുള്ള ദക്ഷിണാമൂർത്തിയുടെ നാമം കല്യാണ ദക്ഷിണാമൂർത്തി. ഈ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. 3000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന അതിപുരാതനമായ ഈ ക്ഷേത്രം മന്നൻ കാളിംഗരായൻ നിർമ്മിച്ചതാണെന്നാണ് അനുമാനം. പിന്നീട് ഭരിച്ച പല രാജാക്കന്മാരും അവരുടേതായ രീതിയിൽ പല കൂട്ടിച്ചേർക്കലും നടത്തിയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള ചില ശിലാഫലകങ്ങൾ ഇവിടെയുണ്ട്. അതിലൊന്നിൽ ഭഗവാന്റെ നാമം തിരു അകത്തീച്ചരമുടയാർ എന്നാണ് കുറിച്ചിരിക്കുന്നത്. എട്ടിയൂർത്തളി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ എട്ടിയത്തളി എന്നും അഗസ്ത്യ മഹർഷി പൂജിച്ചതിനാൽ ഭഗവാൻ അഗസ്തീശ്വരർ എന്നുമായി മാറി.
മനോഹരമായ പ്രവേശന കവാടത്തോടു കൂടിയുള്ള ഈ ക്ഷേത്രത്തിൽ ആദ്യം ഒരു വിനായകർ സന്നിധി. അർദ്ധമണ്ഡപം കഴിഞ്ഞ് അകത്ത് പ്രവേശിച്ചാൽ ശ്രീപരമേശ്വരൻ ചന്ദ്രപീഠത്തിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി അഗസ്തീശ്വരർ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. അമ്പാൾ മഹാമണ്ഡപത്തിൽ തെക്ക് ദർശനമായി തനി സന്നിധിയിൽ അഖിലാണ്ടേശ്വരി അമ്മൻ എന്ന നാമത്തിലും വേറൊരമ്മൻ അഖിലാംബിക എന്ന നാമത്തിലും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, ദക്ഷിണാമൂർത്തി, ദുർഗ, ലിംഗേശ്വരർ, എതിരിൽ മഹാവിഷ്ണു, ശ്രീമുരുകൻ, ചണ്ഡികേശ്വരർ, നടരാജർ, ശിവഗാമി, മാണിക്യവാസകർ, ഭൈരവർ, സൂര്യൻ, ചന്ദ്രൻ, ജ്യേഷ്ഠാദേവി, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം അഗസ്ത്യതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, ശനിമാറ്റം, ശിവരാത്രി, ശനിയാഴ്ചകൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടത്. പൂജാസമയം രാവിലെ 7 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ എട്ടിയത്തലി ബസ് സ്റ്റോപ്പിൽ നിന്ന് 1/2 കിലോമീറ്റർ, അരന്താങ്കിയിൽ നിന്ന് 8 കിലോമീറ്റർ, പേരാവൂരണിയിൽ നിന്ന് 18 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പുതുക്കോട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.